ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആസ്പയർ അക്കാദമി. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OETയുടെ റെഫറൽ ലെറ്ററിനെ പറ്റിയാണ്. എന്താണ് ഒരു റെഫറൽ ലെറ്റർ? A referral letter is typically addressed to a new medical professional with a request for specific investigation, management or care. നമ്മളൊരു റെഫറൽ ലെറ്റർ എഴുതുന്നത് ഒരു മെഡിക്കൽ പ്രൊഫഷണലിനായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്? ഒരു പേഷ്യൻറ്റിന് വേണ്ടിയുള്ള സ്പെസിഫിക് ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ മാനേജ്മെൻറ്റോ കെയറോ റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദെൻ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? റെഫറൽ ലെറ്റർ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? A well-written referral letter is essential for effective communication and ensuring continuity of patient care. വെൽ ആയിട്ടുള്ള ഒരു റെഫറൻസ് ലെറ്ററിൽ നിന്നും ഇത് വായിക്കുന്നയാൾക്ക് പേഷ്യൻറ്റിനെ പറ്റിയുള്ള എഫക്റ്റീവ് ഇൻഫർമേഷൻസ് ലഭിക്കുകയും അത് പേഷ്യൻറ്റിൻ്റെ കണ്ടിന്യൂറ്റി ഓഫ് കെയറിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ദ സ്പെഷ്യലിസ്റ്റ് ഈസ് ഫുള്ളി അവെയർ ഓഫ് ദ പേഷ്യൻ്റ് കണ്ടീഷൻ ആൻഡ് ദ റീസൺ ഫോർ ദ റെഫറൽ. പ്രോപ്പറായിട്ടുള്ള റെഫറൻസ് ലെറ്ററിൽ നിന്നാണെങ്കിൽ പേഷ്യൻറ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് മനസ്സിലാക്കാനും എന്തുകൊണ്ടാണ് ഈ പേഷ്യൻറ്റിനെ അവർക്ക് റെഫർ ചെയ്തതെന്നുള്ള ഇൻഫർമേഷൻ കൂടി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൗ ടു റൈറ്റ് എ റെഫറൽ ലെറ്റർ? നമ്മുടെ കയ്യിൽ ഒരു കേസ് നോട്ടും ഒരു റൈറ്റിംഗ് ടാസ്കും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രോപ്പർ റെഫറൽ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് അനലൈസ് ദ കണ്ടന്റ്. റൈറ്റിംഗ് ടാസ്ക് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം അതിലുള്ള കണ്ടന്റ് അനലൈസ് ചെയ്യുക. ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. നമുക്ക് ഒരു കേസ് നോട്ടിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ. എന്താണ് ആ റൈറ്റിംഗ് ടാസ്കിൽ തന്നിരിക്കുന്ന പർപ്പസ്, അല്ലെങ്കിൽ ലെറ്റർ എഴുതുന്നതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ പർപ്പസ് ഇൻട്രൊഡക്ഷനിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ചൂസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് കെയർഫുള്ളി. ഇൻട്രൊഡക്ഷന് ശേഷം കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഇൻഫർമേഷൻസ് മാത്രം സെലക്ട് ചെയ്യുക. അറേഞ്ച് ദ സെലക്റ്റഡ് പോയിന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഈ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് ഏത് ഓർഡറിൽ വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ടൈം ലൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അർജൻസി ബേസ് ചെയ്തായിരിക്കാം. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതിന് ശേഷം അതിനെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് കണ്ടന്റിനെ കൊണ്ടുവരിക. ഹാവ് എ വേർഡ് ലിമിറ്റ് ഓഫ് 180 to 200 വേർഡ്സ്. ഇപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മുടെ ടോട്ടൽ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 180 to 200 ആണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് സെലക്ട് ചെയ്താൽ മാത്രമേ ഈ വേർഡ് ലിമിറ്റിൽ നമുക്ക് ലെറ്റർ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഡിവൈഡ് യുവർ ലെറ്റർ ഇൻ ടു ഷോർട്ട് പാരഗ്രാഫ്. നമുക്ക് ഓൾറെഡി കണ്ടന്റ് കിട്ടി, നമ്മൾ അതിനെ ഒരു ഓർഡറിലാക്കി. അതിനുശേഷം ഇതിനെ ഒരു ഷോർട്ട് പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം എപ്പോഴും എഴുതാൻ. മാക്സിമം ഒരു 4 or 5 പാരഗ്രാഫ്, മിനിമം 3 പാരഗ്രാഫ്. Any abbreviations or reference to a particular task should be used with the expected meaning of the target reader in mind. നമ്മളെപ്പോഴും അബ്രിവേഷൻസ് വരുവാണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അതിനുള്ള കാരണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാതെ അബ്രിവേഷൻസ് ആയിട്ട് തന്നെ എഴുതുമ്പോൾ അത് വായിക്കുന്ന ആൾക്ക് അതിൻ്റെ എക്സ്പെക്റ്റഡ് മീനിങ് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് പറയുന്നത്. സോ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു റെഫറൽ ലെറ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനിവിടെ ഒരു കേസ് നോട്ട് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന കേസ് നോട്ട് പെട്രീഷ്യ സ്റ്റൈലിൻ്റെയാണ്. നമുക്ക് ആദ്യം കേസ് നോട്ട് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. അസ്യൂം ദാറ്റ് ഡേറ്റ് ടുഡേസ് ഈസ് 30th August 2019. നമുക്ക് ടുഡേസ് ഡേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ എപ്പോഴും അതായിരിക്കും ലെറ്ററിൻ്റെ ഡേറ്റ്. യു ആർ എ നേഴ്സ് കണ്ടക്ടിങ് എ nurse home visit as a part of routine follow-up care after this patient recent hospital discharge. നമ്മൾ ഒരു ഹോം വിസിറ്റ് ചെയ്യുന്ന നേഴ്സാണ്. നമ്മൾ ഈ പേഷ്യൻറ്റിനെ ഹോം വിസിറ്റ് ചെയ്ത് ആസ് എ പാർട്ട് ഓഫ് അവർ ഫോളോ അപ്പ് കെയർ ആണ്. കാരണം പേഷ്യൻ്റ് റീസെൻ്റ്ലി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ പേഷ്യൻ്റാണ്. കം ടു പേഷ്യൻ്റ് ഡീറ്റെയിൽസ്. നെയിം മിസ് പെട്രീഷ്യ സ്റ്റൈൽ. ഡേറ്റ് ഓഫ് ബർത്ത് 27 April 1952. പേഷ്യൻ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട്. കം ടു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ റിട്ടയർഡ് പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. ലീവ്സ് ഓൺ ഹെർ ഓൺ. ഹസ്ബൻഡ് ആയിട്ട് 3 years ago. ഈ സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഇവിടെ കേസ് നോട്ട് ആണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് റൈറ്റിംഗ് ടാസ്ക് അറിയില്ല, അതുകൊണ്ട് ആർക്കാണെന്നോ എന്തിനു വേണ്ടി എഴുതുന്നു എന്നറിയാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ പറ്റില്ല.
സോ എങ്കിലും ജസ്റ്റ് ശ്രദ്ധിക്കുക. മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ പേഷ്യൻ്റ് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഡയഗ്നോസ്ഡ് ഇൻ 2011. അത് മൈൽഡ് ആണ്. റീഡിങ് തന്നിട്ടുണ്ട് 145/95. 2013 അത് മോഡറേറ്റ് ആയി 168/105 ഉണ്ടായിരുന്നു. ആ സമയത്ത് ടാബ്ലറ്റ് ക്യുനാപ്രിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം റെഗുലർ മോണിറ്ററിങ് ഉണ്ടായിരുന്നു. കറൻ്റ്ലി ഹൈപ്പർ ടെൻഷൻ വെൽ മാനേജ്ഡ് ആണ്. റീഡിങ് 140/90 ആണ്. Then second history is diabetes mellitus type 2, diagnosed in 2013. ആ സമയത്ത് പേഷ്യൻ്റ് കൗൺസിൽഡ് റിഗാർഡിംഗ് ഡയറ്റ് ലൈഫ് സ്റ്റൈൽ ഇൻക്ലൂഡിംഗ് വെയ്റ്റ് ലോസ്. പക്ഷേ 2014 പേഷ്യൻ്റ് ഓറൽ ടാബ്ലറ്റ് കമൻസ് ചെയ്യേണ്ടി വന്നു, മെറ്റ്ഫോമിൻ ആൻഡ് ഗ്ലൈക്കാസൈഡ്. അപ്പോൾ വെൽ മാനേജ്ഡ് ആണ്. ദെൻ തേർഡ് ഹിസ്റ്ററി ഡിപ്രഷൻ ആണ്. ഡയഗ്നോസ്ഡ് ഇൻ 2016, ട്രിഗേർഡ് ബൈ ഡെത്ത് ഓഫ് പേഷ്യൻ്റ് ഹസ്ബൻഡ്. അതിനുവേണ്ടി പേഷ്യൻ്റ് റെഗുലർ കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്. ജൂലൈ 2016 സിൻസ് ജൂലൈ 2016 തൊട്ട് കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്, മൂഡ് സ്വിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡയബറ്റിക് മാനേജ്മെൻറ്റ് സപ്പോർട്ടും പേഷ്യൻ്റ് കിട്ടുന്നുണ്ട്. കം ടു പേഷ്യൻ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററി. മദറിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു, ഡയബറ്റീസ് ഉണ്ടായിരുന്നു. ലൈഫ് സ്റ്റൈൽ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം. പേഷ്യൻ്റ് നോൺ സ്മോക്കർ ആണ്, ബട്ട് 1 to 2 glasses ഓഫ് വൈൻ പെർ വീക്ക് എടുക്കുന്ന പേഷ്യൻ്റ് ആണ്. എക്സസൈസ് പേഷ്യൻ്റ് ഡോഗിൻ്റെ കൂടെ വാക്കിന് പോകാറുണ്ട് 20 minutes per day. പേഷ്യൻ്റ് ഡയറ്റ് ഓൺഗോയിങ് കൗൺസിലിംഗ് റിഗാർഡിംഗ് ഡയബറ്റിസ് മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ബാലൻസ് ഡയറ്റ്. പേഷ്യൻ്റ് ഡയബറ്റിസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബാലൻസ് ഡയറ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ദെൻ റെഗുലർ മെഡിക്കേഷൻസ് ക്യുനാപ്രിൽ, മെറ്റ്ഫോമിൻ ആൻഡ് ഗ്ലൈക്കോസൈഡ് ആണ്. ദെൻ ഇപ്പോൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത് ഗ്രീൻ വാലി ഹോസ്പിറ്റലാണ്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ് തന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 23, 2019 patient visiting her sister for weekend. Sister lives 3 hours away from Newtown in Green Valley. പേഷ്യൻ്റ് ന്യൂടൗണിലാണ്. ആ ന്യൂടൗണിൽ നിന്ന് ഗ്രീൻ വാലി 3 hours അവേ ആയിട്ടുള്ള ഗ്രീൻ വാലിയിൽ പേഷ്യൻ്റ് സിസ്റ്ററിനെ കാണാൻ പോയതാണ്. പേഷ്യൻ്റ് അഡ്മിറ്റഡ് ടു ഗ്രീൻ വാലി ഹോസ്പിറ്റൽ ലേറ്റ് ഈവനിങ് വിത്ത് ഫീവർ, ഷാർപ്പ് ആൻഡ് പ്ലൂററ്റിക് ചെസ്റ്റ് പെയിൻ, ബേഴ്സ് ഓൺ ബ്രീത്തിങ്, ജനറൽ വീക്ക്നെസ് ആൻഡ് മലൈസ്, ടക്കികാർഡിയ, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്. പേഷ്യൻ്റ് ഗ്രീൻ വാലിയിൽ സിസ്റ്ററെ കാണാൻ പോയപ്പോൾ അൺവെൽ ആയിട്ട് പേഷ്യൻ്റ് ഗ്രീൻ വാലിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു വിത്ത് ദ കംപ്ലൈൻസ് ഓഫ് ഫീവർ, ഷാർപ്പ് പ്ലൂററ്റിക് ചെസ്റ്റ് പെയിൻ. നെക്സ്റ്റ് ഡേ 24th ഓഗസ്റ്റിന് പേഷ്യൻ്റ് വൈറ്റൽ സൈൻസ് തന്നിട്ടുണ്ട്. നോക്കിയാൽ ഫീവർ ഉണ്ടെന്ന് കാണാം, ഹൈപ്പർ ടെൻഷനാണ്, ടക്കിയപ്നിക്കാണ് പേഷ്യൻ്റ്, ടക്കികാർഡിക്കാണ്. സോ ഫുൾ ബ്ലഡ് എക്സാമിനേഷൻ ചെയ്തു. അതിൽ ESRും CRPയും ഹൈ ആണ്, WBC ഹൈ ആണ്. ദെൻ ത്രോട്ട് സ്വാബ് ചെയ്തപ്പോൾ വൈറൽ ഇൻഫ്ലുവൻസ ടൈപ്പ് B പോസിറ്റീവ് ആണ്. ചെസ്റ്റ് എക്സ്റേ നോർമൽ ആണ്, ബട്ട് എക്കോയിൽ പെരികാർഡൈറ്റിസ് ഉണ്ട്. പേഷ്യൻ്റ് മാനേജ് ചെയ്ത് IV സലൈനും ഇബുപ്രോഫിനും കൊണ്ടാണ്. സോ ഡയഗ്നോസിസ് വൈറൽ ഇൻഫ്ലുവൻസ ടൈപ്പ് B പ്ലസ് പെരികാർഡൈറ്റിസ്. 2019 ഓഗസ്റ്റ് 25 പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ അവർ കൊടുത്ത അഡ്വൈസ് സെൽഫ് കെയർ ആണ്. നീസ് ഡ്രോ പേഷ്യൻ്റ് ഹോം ആൻഡ് എഗ്രി ടു സ്റ്റേ ഓവർനൈറ്റ് ഫോർ 3 nights. നമുക്കറിയാം പേഷ്യൻ്റ് ലീവ്സ് അലോൺ ആണ്, വിഡോ ആണെന്നുള്ള കാര്യം സോഷ്യൽ ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പേഷ്യൻ്റെ നീസ് 3 nights പേഷ്യൻറ്റിനോടൊപ്പം സ്റ്റേ ചെയ്യാൻ എഗ്രി ചെയ്തിട്ടുണ്ട്. ഫോളോ അപ്പ് നഴ്സ് വിസിറ്റ് അറേഞ്ച്ഡ് ഫോർ 30 ഓഗസ്റ്റ് 2019. അതിനുശേഷം പേഷ്യൻ്റ് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് നഴ്സിൻ്റെ ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഹോം വിസിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഹോം വിസിറ്റിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒബ്സർവേഷൻസിൽ പേഷ്യൻ്റ് അൺഹാപ്പി ആയിരുന്നു. റിപ്പോർട്ട് ഫീലിംഗ് ചെസ്റ്റ് പെയിൻ. പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ട്, ഫാറ്റിഗ് ഉണ്ട്. ഫ്രസ്ട്രേറ്റഡ് വിത്ത് പ്രോഗ്രസ് ഓഫ് റിക്കവറി. അപ്പോൾ പേഷ്യൻ്റ് റിക്കവറിയുടെ കാര്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഒരു പുവർ പ്രോഗ്നോസിസ് ആണ് ഇവിടെ, because patient still feeling chest pain. Medication adherence means patient കറക്റ്റായിട്ട് മെഡിസിൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. റിപ്പോർട്ട് കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആൻഡ് റെഗുലർ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്യുന്നുണ്ടായിരുന്നു. വൈറ്റൽ സൈൻസ് നോക്കുമ്പോൾ ഇപ്പോഴും സ്റ്റിൽ പേഷ്യൻ്റ് ഫീവർ ഉണ്ട്, 38.1 degree Celsius ആണ്. ഹാർട്ട് റേറ്റും റെസ്പിറേറ്ററി റേറ്റ് എലിവേറ്റഡ് ആണ്. BP 125/78 ഉള്ളൂ. പക്ഷെ നമുക്കത് നോർമൽ ആണെന്ന് തോന്നുമെങ്കിൽ പേഷ്യൻ്റ് യൂഷ്വൽ BP ബേസ് ലൈൻ 140/90 ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് BP ലോ ആണ്.
നീസ് നോ ലോങ്ങർ സ്റ്റേയിങ് ഓവർനൈറ്റ്. വർക്ക് കമ്മിറ്റ്മെന്റ് ഇൻ ഗ്രീൻ വാലി. ഇപ്പോൾ പേഷ്യൻ്റെ നീസാണ് ഓവർനൈറ്റ് നിന്നിരുന്നത്, പക്ഷെ അവർക്ക് ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. അസസ്മെന്റിൽ പേഷ്യൻ്റ് അൺവെല്ലാണ്, നോ ഇംപ്രൂവ്മെന്റ്, സോ സസ്പെക്റ്റഡ് റിലാപ്സ് ഓർ കോംപ്ലിക്കേഷൻസ് ഓഫ് പെരിക്കാർഡൈറ്റിസ്. Then, what is the plan? Organize urgent hospital transit to Newtown Hospital. അപ്പോൾ പേഷ്യൻ്റെ സ്ഥലം ന്യൂ ടൗൺ ആണ്, അവിടുത്തെ നിയറസ്റ്റ് ഹോസ്പിറ്റലായിട്ടുള്ള ന്യൂ ടൗൺ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. സോ റൈറ്റ് എ റെഫറൽ ലെറ്റർ ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻക്ലൂഡ് റെലവൻറ്റ് മെഡിക്കേഷൻസ്, പേഷ്യൻ്റ് ഹിസ്റ്ററി, ടെസ്റ്റ് ഓർ ഒബ്സർവേഷൻസ്. അതുകൊണ്ട് ഈ ഹോം വിസിറ്റിന് പോയ നേഴ്സ്, അതായത് അവർ സെൽഫ് നമ്മൾ എഴുതേണ്ടത് ഒരു റെഫറൽ ലെറ്റർ ആണ്. ഇവിടെ ന്യൂ ടൗൺ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറിന്. ടാസ്ക്. അപ്പം നമുക്ക് പേഷ്യൻറ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാം, റെഫർ ചെയ്യേണ്ട റീസണും അറിയാം. അപ്പം നമുക്ക് ഒന്നുകൂടി റൈറ്റിംഗ് ടാസ്കിൽ നോക്കാം. യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട്, റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ഓൺ ഡ്യൂട്ടി. നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതേണ്ടത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ഓൺ ഡ്യൂട്ടി. അതുപോലെ തന്നെ ഇത് റെഫറൽ ലെറ്റർ ആണെന്ന് അവർ തന്നെ തന്നിട്ടുണ്ട്. ഔട്ട്ലൈനിങ് ദ കേസ് ആൻഡ് റിക്വസ്റ്റിംഗ് അർജന്റ് അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഫോർ പെരിക്കാർഡൈറ്റിസ്. പർപ്പസ് ക്ലിയർ ആയിട്ട് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്? അർജന്റ് അസസ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്. കണ്ടീഷൻ അറിയാം, പെരിക്കാർഡൈറ്റിസ്. പിന്നെ ലെറ്റർ എഴുതേണ്ട അഡ്രസ് ഇവിടെ തന്നിട്ടുണ്ട്. അഡ്രസ് ലെറ്റർ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ഓൺ ഡ്യൂട്ടി, ന്യൂ ടൗൺ ഹോസ്പിറ്റൽ, 100 മെയിൻ സ്ട്രീറ്റ്, ന്യൂ ടൗൺ. സോ ഇത് കേസ് നോട്ടിൻ്റെ ആൻസർ ആണ്. പക്ഷെ ഇതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഡിസ്കസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ റെലവൻറ്റ് പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഒരിക്കൽ കൂടി പേഷ്യൻ്റെ കേസ് നോട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നുള്ള കാര്യം നമുക്ക് ഒന്നുകൂടി സെലക്ട് ചെയ്യാം. പേഷ്യൻ്റെ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. അഡ്രസ് ഇമ്പോർട്ടൻ്റ് അല്ല. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ സ്കൂൾ ടീച്ചറാണെന്നുള്ള കാര്യം വേണമെങ്കിൽ പറയാം. ലീവ്സ് എലോൺ ആണെന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിടുവാണ്. ദെൻ ഹസ്ബൻഡ് ആയിട്ട് 3 years ago വിടുകയാണെന്നുള്ള കാര്യം വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഹസ്ബൻഡിന് കണ്ടീഷൻ തന്നിട്ടുണ്ട്, ലങ് ക്യാൻസർ, അതിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ കം ടു മെഡിക്കൽ ഹിസ്റ്ററി. പേഷ്യൻ്റ് മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഡിപ്രഷൻ, അത് മെൻഷൻ ചെയ്യണം. ദെൻ കം ടു ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സ്പേസ് ഇല്ല. ലൈഫ് സ്റ്റൈല്, ഇപ്പോൾ പേഷ്യൻറ്റിന് ചെസ്റ്റ് പെയിൻ ആയിട്ട് അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് വിടുകയാണെങ്കിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മെഡിക്കേഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഗ്രീൻ വാലി ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിലും ഓരോ കാര്യങ്ങളും ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യണം. പക്ഷേ സെലക്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ ഓർക്കണം, നമ്മളിപ്പോൾ ലെറ്റർ എഴുതുന്നത് ഒരു അർജൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ ആണ്. അപ്പോൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകാതെ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ പേഷ്യൻ്റ് ഗ്രീൻ വാലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ കാര്യം പറയണം, എന്തൊക്കെയാണ് കംപ്ലയിൻസ് എന്ന് പറയാം. അവിടെ വൈറ്റൽ സയൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സാമിനേഷൻസിനെ പറ്റി മെൻഷൻ ചെയ്യണം, എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ ചെയ്തു എന്നുള്ളത്. ദെൻ എന്തായിരുന്നു മാനേജ്മെന്റ് എന്ന് പറയണം. ദെൻ ഇവാലുവേഷനിൽ വരുമ്പോൾ അന്ന് ഇവാലുവേറ്റ് ചെയ്തത് വൈറൽ ഇൻഫ്ലുവൻസ ടൈപ്പ് ബി ആണ്, പെരിക്കാർഡൈറ്റിസ് ആയിരുന്നു എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. ദെൻ പേഷ്യൻ്റ് എന്ന് ഡിസ്ചാർജ് ആയി എന്നുള്ളത്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ റീസെൻറ്റ് ഹോം വിസിറ്റ് ആണ്. റീസെൻറ്റ് ഹോം വിസിറ്റിൽ നമ്മൾ ചെന്നപ്പോൾ കണ്ട കാര്യങ്ങൾ, പേഷ്യൻ്റ് കംപ്ലയിൻസ്, ഒബ്സർവേഷൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയണം. ദെൻ നമ്മുടെ ഇവാലുവേഷൻ, അതായത് റിലാപ്സ് ഓർ കോംപ്ലിക്കേഷൻസ് ഓഫ് പെരിക്കാർഡൈറ്റിസ് എന്നുള്ള ഇവാലുവേഷൻ പറയണം. സോ പ്ലാനുള്ളത് നെക്സ്റ്റ് പ്ലാനാണ്, അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, അതിന് വേണ്ട. സോ ഇത്രയും ഈ കേസിനോട് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം വേണ്ട എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ടത് ഇത് ഒന്ന് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ പാരഗ്രാഫ് ആക്കണം. അപ്പോൾ ഈ കണ്ടന്റിന് നമ്മളൊരു ഓർഡറിലാക്കണം. അപ്പോൾ എത്ര പാരഗ്രാഫ് വേണം, ഏതൊക്കെ പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു അർജൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് ചെസ്റ്റ് പെയിൻ ആണ്. പേഷ്യൻ്റ് ടക്കിക്കാർഡിയ ആണ്, ടക്കിയപ്നിക്ക ഉണ്ട്. സോ നമ്മൾ ആ ഒരു ടൈം പീരീഡാണ് ഏറ്റവും ആദ്യം വരേണ്ടത്. പേഷ്യൻ്റ് സെയിം കണ്ടീഷന് തന്നെ മുന്നേ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു അർജൻറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് റീസെൻ്റ് ആയിട്ടുള്ള ടൈം ലൈനാണ് ആദ്യം വരേണ്ടത്. ഇവിടെ പേഷ്യൻറ്റിനെ നമ്മൾ August 30th, അതായത് ടുഡേ വിസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ കംപ്ലയിൻസും അതിൻ്റെ ഒബ്സർവേഷൻസും ഡീറ്റെയിൽ ആയിട്ട് പറയണം, ചെസ്റ്റ് പെയിൻ ആയതുകൊണ്ട് തന്നെ.
അതിനുശേഷം സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് റീസെൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ വിത്ത് ദ സെയിം കണ്ടീഷൻ, അന്നത്തെ കംപ്ലയൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ട്രീറ്റ്മെൻറ്റ്, ഫോളോ അപ്പ്, ഇത്രയും കാര്യങ്ങൾ പറയാം. ഇതിന് ശേഷം മൂന്നാമത്തെ പാരഗ്രാഫിൽ നമുക്ക് ബ്രീഫായിട്ട് പേഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയും അതിൻ്റെ മെഡിക്കേഷൻസും കൊടുക്കാം. സോഷ്യൽ ഹിസ്റ്ററി ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇനി ആൻസർ ഒന്ന്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അഡ്രസ്സ് റൈറ്റിംഗ് ടാസ്കിൽ തന്നിട്ടുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, കൺസൾട്ടൻറ്റ് ഓൺ ഡ്യൂട്ടി, ന്യൂ ടൗൺ ഹോസ്പിറ്റൽ, 100 മെയിൻ സ്ട്രീറ്റ്, ന്യൂ ടൗൺ. ടുഡേയ്സ് ഡേറ്റ് നമുക്ക് ലെറ്ററിൽ തന്നെ തന്നിട്ടുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. സെയിം ഡേറ്റ് തന്നെ നമുക്ക് ആൻസറായിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ അഭിസംബോധന ചെയ്യുന്ന ഡിയർ ഡോക്ടർ എന്നാണ്. നമ്മുടെ റെഫറൻസ് മിസ് പെട്രീഷ്യ സ്റ്റൈൽ, ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത് താങ്ക് യു ഫോർ സീയിങ് മിസ് സ്റ്റൈൽ. നമ്മളെപ്പോഴും ഇൻട്രൊഡക്ഷനിൽ വരുമ്പോൾ സെക്കൻഡ് നെയിം ആണ് അല്ലെങ്കിൽ സർനെയിം ആണ് കൊടുക്കുന്നത്. കാരണം റെഫറൻസിൽ ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പെട്രീഷ്യയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 62-year-old വിഡോ ആൻഡ് റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. അത് നിർബന്ധമല്ല, പക്ഷെ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വായിക്കുന്ന ഡോക്ടറിന് അപ്പോൾ തന്നെ ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഏജ് മെൻഷൻ ചെയ്യുമ്പോൾ. Then who requires your investigation of possible relapse of the pericarditis? ഈ പർപ്പസ് ഓൾറെഡി റൈറ്റിംഗ് ടാസ്കിൽ ക്ലിയർ ആയിരുന്നു, ഇൻവെസ്റ്റിഗേഷൻ ആണെന്നുള്ള കാര്യം. പിന്നെ ഇവിടെ റിലാപ്സിന് മുന്നേ പോസിബിലിറ്റി എന്ന് കൊടുക്കാൻ കാരണം അവിടെ ക്വയറി റിലാപ്സ് പെരിക്കാർഡൈറ്റിസ് എന്ന് തന്നിരുന്നത് കൊണ്ടാണ്. ദെൻ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് റീസെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നാണ്. കാരണം അതൊരു അർജന്റ് കണ്ടീഷനാണ്, ചെസ്റ്റ് പെയിൻ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ടുഡേ മിസ് ചൈൽഡ് റിപ്പോർട്ട് ചെസ്റ്റ് പെയിൻ, അത് തന്നെ നമ്മൾ ഇനിഷ്യലായിട്ട് കൊടുത്തു. അതെങ്ങനെയായിരുന്നു? ചെസ്റ്റ് പെയിൻ റിലീവ്ഡ് ബൈ സിറ്റിംഗ് അപ്പ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻ്റ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തും ഫെറ്റിഗും ഉണ്ടായിരുന്നു. പിന്നെ ലോ ഗ്രേഡ് ഫീവർ ആണ്, കാരണം 38.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ടെമ്പറേച്ചർ. റീഡിങ്സ് വൈറ്റൽ സൈൻസ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക, കാരണം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടറിന് എഴുതുന്നതുകൊണ്ട്. ദെൻ ടക്കിപ്നിയ ഉണ്ടായിരുന്നു, 28 ബീറ്റ് പെർ മിനിറ്റ് ആയിരുന്നു റെസ്പിറേറ്ററി റേറ്റ്. ടക്കികാർഡിയ 115 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിരുന്നു ഹാർട്ട് റേറ്റ്. ബ്ലഡ് പ്രഷർ 125/78 ആണ്. നമ്മൾ 125/78 എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ നോർമൽ ആണെന്ന് ഡോക്ടർ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ലോവർ ദാൻ ഹെർ യൂഷ്വൽ എന്ന്. കാരണം പേഷ്യൻ്റ് ഹൈപ്പർടെൻസീവ് ആണ്. വേണമെങ്കിൽ ഹൈപ്പർടെൻസീവ് ആണെന്നുള്ള കാര്യം യൂഷ്വൽ എന്ന് എഴുതുന്നതിനെക്കാട്ടിലും പേഷ്യൻ്റ് ഹൈപ്പർടെൻസീവ് ആണെന്ന് വേണമെങ്കിൽ അവിടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ദെൻ അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കാരണം. അത് വളരെ ചെറുതാക്കി ഒരു 2-3 സെൻറ്റൻസിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി തേർഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ പേഷ്യൻറ്റിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഹിസ്റ്ററിയാണ് ആദ്യം കൊടുക്കേണ്ടത്. കാരണം ഈ സെയിം കണ്ടീഷന് വേണ്ടിയിട്ടാണ് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അപ്പോൾ 23rd പേഷ്യൻ്റ് അഡ്മിറ്റ് ആയത്. എന്തുകൊണ്ടാണ് ഗ്രീൻ വാലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതെന്നുള്ള റീസൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം സിസ്റ്ററിനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴായിരുന്നു. She was admitted to Green Valley Hospital with fever, pleuritic chest pain, tachycardia and generalized malaise. ഇത്രയും കംപ്ലയിൻസ് ആയിട്ടാണ് പേഷ്യൻ്റ് അന്ന് അഡ്മിറ്റ് ആയത്. ത്രോട്ട് സാപ്പ് ചെയ്തു, ഇൻഫ്ലുവൻസ ബി ഉണ്ടായിരുന്നു, എക്കോകാർഡിയോഗ്രാം ചെയ്തു, പെരികാർഡൈറ്റിസ് ആയിരുന്നു. അത് ആ പേഷ്യൻ്റെ ഡയഗ്നോസിസിലേക്ക് ലീഡ് ചെയ്ത 2 ഇൻവെസ്റ്റിഗേഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തത്. ബ്ലഡ് ടെസ്റ്റ് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. ഓഫ് കോഴ്സ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് WBC, CRP എല്ലാം എലിവേറ്റഡ് ആയിരിക്കും, നമ്മളിവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല. പിന്നെ ചെസ്റ്റ് എക്സ്റേയുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോർമലായിട്ടും എന്തുകൊണ്ട് ചെസ്റ്റ് എക്സ്റേ പറഞ്ഞു എന്ന് വെച്ചാൽ പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ ആണ്. അപ്പോൾ വേറെ പെരികാർഡൈറ്റിസ് അല്ലാതെ വേറെ റീസൺസ് ഒന്നും ഇല്ല എന്ന് കൂടി ചെസ്റ്റ് നോർമൽ ആണെന്ന് പറയുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ദെൻ പേഷ്യൻ്റ് എന്തൊക്കെ കൊണ്ടാണ് ട്രീറ്റ് ചെയ്തത്? IV സലൈൻ ആൻഡ് ഇബുപ്രോഫിൻ, അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേഷ്യൻ്റ് 25th ഡിസ്ചാർജ് ആയി. അതിനുശേഷം നമ്മൾ ഹോം വിസിറ്റിന് പോയി. അത്രയും കാര്യങ്ങൾ കൂടി സെക്കൻഡ് പാരഗ്രാഫിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. കം ടു തേർഡ് പാരഗ്രാഫ്. ഇനി നമുക്ക് ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി വളരെ ഷോർട്ടാക്കി മാത്രം പേഷ്യൻ്റ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇവിടെ പറഞ്ഞാൽ മതി. പേഷ്യൻറ്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ഡിപ്രഷൻ, 3 കണ്ടീഷൻസ് മെൻഷൻ ചെയ്തു. അതുപോലെ തന്നെ ഈ 3 കണ്ടീഷനും എടുക്കുന്ന ടാബ്ലറ്റ്സ്, അത്രയും ഡീറ്റെയിൽസ് മതി. ദെൻ കം ടു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇവാലുവേഷൻ, അത് നമ്മൾ പെരികാർഡൈറ്റിസിൻ്റെ റിലാപ്സ് സസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുക. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ളത് ഒന്നുകൂടി നമ്മൾ കൺക്ലൂഷനിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. റെഫർ ഹെൽപ്പ് ടു യു ഫോർ ദ അർജന്റ് അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. ശേഷം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നഴ്സ്.
എല്ലാവർക്കും ഈ കേസ് നോട്ട് മനസ്സിലായി കാണും, റെഫറൽ ലെറ്റർ എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്